സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം. മുസ്ലിം ലീഗ് പാർട്ടി നിർദ്ദേശം അനുസരിച്ചാണ് രാജിയെന്നും എല്ലാവരുടെയും സഹകരണത്തിന് നന്ദിയുണ്ടെന്നും കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ച CT ഫാത്തിമത്ത് സൂറാബി പറഞ്ഞു. ഇന്ന് ശനിയാഴ്ച വൈകിട്ട് 4:30 രാജി നൽകാൻ നഗരസഭാ കാര്യാലയത്തിലെത്തിയത്. അതിനു മുൻപ് ഉദ്ഘാടന ചടങ്ങുകളുടെ തിരക്കിലായിരുന്നു CT ഫാത്തിമത്ത് സൂറാബി. സെക്രട്ടറി A ഫിറോസ് ഖാന് രാജിക്കത്ത് കൈമാറി. വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ, സ്ഥിരം സമിതി അധ്യക്ഷർ, കൌൺസിലർമാർ തുടങ്ങിയവർ കൂടെയുണ്ടായിരുന്നു. ഔദ്യോഗിക വാഹനത്തിലെത്തിയ അധ്യക്ഷ രാജിക്കത്ത് കൈമാറിയ ശേഷം സ്വകാര്യ വാഹനത്തിലാണ് വീട്ടിലേക്ക് മടങ്ങിയത്. തുടർന്നും വികസന കാര്യങ്ങളിൽ കൂടെയുണ്ടാകുമെന്ന് CT ഫാത്തിമത്ത് സൂറാബി പറഞ്ഞു. സെക്രട്ടറി രാജിക്കത്ത് എനിക്കെൻ്റെ പാർട്ടി തന്നൊരു സ്ഥാനമാണ്. ഞാൻ കൗൺസിലറായതും അതേപോലെ ചെയർപേഴ്സൺ ആക്കിയത് അതെൻ്റെ പാർട്ടീൻ്റെ നിർദ്ദേശപ്രകാരം ഞാനിത് പാർട്ടി എനിക്ക് ഇതിൻ്റെ 30-ാം തീയതിക്കകം രാജിവെക്കണം എന്നുള്ള നിർദ്ദേശം തന്നു. അത് ഞാൻ അനുസരിച്ചു. അപ്പോൾ ഞാൻ രാജി കൊടുത്തു. അതിൻ്റെ പാർട്ടി നിർദ്ദേശം. ഞാൻ അങ്ങനെയുള്ളൊരു മുസ്ലിം ലീഗ് പാരമ്പര്യമായിട്ടുള്ളൊരു പാർട്ടിയിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കെൻ്റെ പാർട്ടി എന്താണോ എന്നോട് നിർദ്ദേശിക്കുന്നത് അത് മാത്രമേ എൻ്റെ ലക്ഷ്യമുള്ളൂ. അതേപോലെ ഞാൻ അത് ചെയ്യുകയും ചെയ്തു. ഭരണപരമായ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 3.5 വർഷം കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പല രീതിയിലുള്ള പല പദ്ധതികൾ ചെയ്യാനും ജനങ്ങളെ സ്നേഹിക്കാനും ജനങ്ങളോടൊപ്പം നിൽക്കാനും എല്ലാം എനിക്ക് സാധിച്ചിട്ടുണ്ട്. 3.5 വർഷം കൊണ്ട് പല പദ്ധതികൾ ചെയ്തിട്ടുണ്ട്. ഇനി തുടങ്ങി വെച്ച കുറച്ച് പദ്ധതികളുണ്ട്. അതൊക്കെ ഇനി ബാക്കി കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. അതൊക്കെ ഇനി അവർ ചെയ്തോളും എന്നുള്ളതിൽ ഞാൻ ഇപ്പം എൻ്റെ പാർട്ടി നിർദ്ദേശിച്ച അതുപോലെ രാജിവെക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെയാണ് ഇനിയുള്ള ഈ കാലയളവിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. എൻ്റെ എല്ലാ കൗൺസിലർമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും എല്ലാവരും എന്നോട് സഹകരിച്ചുകൊണ്ട് എനിക്ക് എല്ലാ പ്രവർത്തനവും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്നെ സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും എല്ലാവർക്കും നല്ല ഒരു നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സെക്രട്ടറി രാജിക്കത്ത് സ്വീകരിച്ചു. 15 ദിവസം വരെ ആക്ഷേപങ്ങൾ സ്വീകരിക്കാനുള്ള കാലാവധിയാണ്. അതിനുശേഷം പുതിയ ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കുന്നതിനുള്ള തീയതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും. മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണ് രാജി. ഇനി അധ്യക്ഷ സ്ഥാനം കോൺഗ്രസിനാണ്. എയർ 1 ന്യൂസ്, കൊണ്ടോട്ടി. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.